ഹായ്, എല്ലാവർക്കും നമസ്കാരം. സൺഡേ സ്പെഷ്യൽ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഴീക്കോട് ഗ്രാമത്തിന് പ്രകൃതി കനിഞ്ഞരുളിയ ശുദ്ധജല നീരുറവയാണ് ഓലാടത്താഴ ജലധാര. ഓലാടത്താഴ കുന്നിൻ മുകളിൽ നിന്നുള്ള ശുദ്ധജല നീരുറവയെ സംരക്ഷിക്കാനുള്ള കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയാണ് ഓലാടത്താഴ ജലധാര പദ്ധതി. ആ പദ്ധതി ഇപ്പോൾ അന്തിമഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ആ പദ്ധതിയുടെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കുന്നിൻ മുകളിൽ നിന്നുള്ള നീരുറവ പ്രകൃതിദത്തമായ രീതിയിൽ സംരക്ഷിച്ച് ശേഖരിക്കുന്ന പദ്ധതിയാണിത്. ഇതേക്കുറിച്ച് സംസാരിക്കാൻ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ അബ്ദുൾ നിസാർ വായ്പറമ്പ് നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം ശ്രീ അബ്ദുൾ നിസാർ വായ്പറമ്പ്. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓലാടത്താഴ ജലധാര പദ്ധതി എന്ന ആശയത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഭൂഗർഭജല സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നുള്ള ഒരു തീരുമാനം ബ്ലോക്ക് പഞ്ചായത്ത് കൈക്കൊണ്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അഴീക്കോടിലെ ജനങ്ങൾ ഉപയോഗിച്ചു വരുന്ന ഓലാടത്താഴയിലെ ഈ ജലസ്രോതസ് ആധുനിക രീതിയിൽ കെട്ടിസംരക്ഷിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ മാറ്റണമെന്നുള്ളൊരു ആശയത്തിലേക്ക് നാം എത്തിയത്. ഇവിടെയുള്ള പരിസരവാസികളുടെയും നാട്ടുകാരുടെയും ഒക്കെ സഹകരണത്തോടു കൂടി ഈ ആശയത്തെ സമയബന്ധിതമായി നടപ്പിലാക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ ചരിത്രത്തിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഇതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് ബോധ്യമായത്. 90 വയസ്സുള്ള ഒരു വ്യക്തിയെ നമ്മൾ ബന്ധപ്പെട്ട അവസരത്തിലും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് തന്നെ ഇതുപോലെ തന്നെ ഈ സ്ഥലത്ത് ഇങ്ങനെ ശുദ്ധജലം ഒഴുകി വരുന്ന ഒരു സ്രോതസ് ഉണ്ടായിരുന്നുവെന്ന് അവർ നമ്മുടെ മുമ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1956 ഈ സ്ഥലം ഗ്രാമപഞ്ചായത്തിന് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പാണകൃഷ്ണൻ എന്നവർക്ക് കുറ്റിച്ചി കറുവൻ മേസ്ത്രി എന്ന വ്യക്തി സൗജന്യമായിട്ടാണ് ഈ ഭൂമി നൽകിയത്. ഈ പദ്ധതിയിലൂടെ ബ്ലോക്ക് പഞ്ചായത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത്? കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ വളരെ ശുചിത്വ ബോധത്തോടു കൂടി നാട്ടുകാർക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്ന രീതിയിൽ എങ്ങനെ മാറ്റാം എന്നാണ് ഞങ്ങൾ ആദ്യം മുമ്പ് ഇവിടെ പൊതുജനങ്ങൾക്ക് വന്നാൽ അവർക്ക് ഈ ജലം എടുക്കണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. മഴക്കാലത്ത് ഇതിൻ്റെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന മലിനജലം ഈ ജലത്തിലേക്ക് കലരുകയും അത് കുടിവെള്ളത്തെ അശുദ്ധമാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മാറ്റിക്കൊണ്ട് എല്ലാ സംവിധാനങ്ങളെയും രൂപപ്പെടുത്തി പൊതുജനങ്ങൾക്ക് നല്ല രീതിയിൽ ശുദ്ധജലം എടുക്കുക എന്നുള്ള കാഴ്ചപ്പാടാണ് നാം രൂപപ്പെടുത്തുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും ഈ വെള്ളം ഉപയോഗിക്കാറുണ്ടോ? എല്ലാ ദിവസവും വന്നിട്ടെടുക്കലുണ്ട്. വർഷങ്ങളായിട്ട് ഇവിടെ വരുന്ന ആളാണ്? 2-3 വർഷമായിട്ട് വരുന്നുണ്ട്. അതെ. ഇവിടെ അടുത്തുള്ള ആളാണോ? നല്ല അടുത്തുണ്ട്, കുറച്ച് ദൂരെയാണ്. ബായ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ബായ്പറമ്പ് സ്റ്റാലിൽ ആടുന്ന് വന്നിട്ട് ദിവസേന വന്നിട്ട് രാവിലെ സമയം വന്നിട്ട് വെള്ളം എടുക്കും. എന്താവശ്യത്തിനാണ് ഈ വെള്ളം? ഈ വെള്ളം ഇപ്പം കൊണ്ടുപോകാൻ വേണ്ടി ഒരു 10ന്റെ കേന എനിക്ക് പൊന്തും. അല്ലെങ്കിൽ കൂടുതൽ കൊണ്ടുപോയിട്ട് ഉപയോഗിക്കാം, എല്ലാം ഉപയോഗിക്കാം. ഭക്ഷണം പാകം ചെയ്യാം, എല്ലാം ചെയ്യാം. ഇപ്പോൾ ഈ 10 ലിറ്റർ കൊണ്ടുപോയിട്ട് ചായ വെക്കും. കുടിക്കേണ്ട വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ കഴിയും. വീട്ടാവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ശുദ്ധജലത്തിന് ബുദ്ധിമുട്ടുണ്ടോ? ശുദ്ധജലത്തിന് ബുദ്ധിമുട്ടില്ല, പക്ഷേ ഇതിനെക്കാട്ടി മോശമാണ്. എന്നുവെച്ചാൽ അത് തടിപ്പ് വെള്ളമാണ്, ചാൽ പ്രദേശത്ത് തടിപ്പ് വെള്ളം. അപ്പോൾ എന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ നല്ല നേരിയ വെള്ളമാണ്. ചായ കുടിക്കാൻ ഇത് കുടിക്കാൻ വേണ്ടി പച്ചവെള്ളം കുടിക്കാം. പച്ചവെള്ളം കുടിച്ചാലും ഒരു ജലദോഷമോ ഒന്നും വരില്ല. അഴീക്കോടിന്റെ ഗ്രാമീണ സൗന്ദര്യത്തിന്റെ വശ്യ മനോഹര മുഖമായി ഓലാടത്താഴ ജലധാര മാറുന്നു. അഴീക്കോടിന്റെ ചരിത്ര ഉള്ളറകളിലേക്ക് മറ്റൊരു ചിത്രവുമായി അടുത്ത സൺഡേ സ്പെഷ്യൽ.